കൊടുത്തില്ലെങ്കിലും വേണ്ട, ഇത്രയും മോശപ്പെട്ട രീതിയിൽ ഇവിടെ ചായ എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ശാരദാമേ, ഒരു സ്ഥലത്ത് അധികപ്പറ്റായി ജോലി നോക്കേണ്ട കാര്യമൊന്നും എനിക്കുമില്ല. എനിക്ക് നന്നായിട്ട് ചായക്കടപ്പണി അറിയാമെന്നുള്ളൊരു വിശ്വാസം എനിക്കുള്ളിടത്തോളം കാലം പട്ടിണി കിടക്കേണ്ടി വരില്ല എന്നുള്ളൊരു ബോധവും എനിക്കുണ്ട്. പിന്നെ എനിക്കാരും പേടിക്കണ്ട. അതുകൊണ്ട് ശാരദാമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇവിടുത്തെ പണി ഞാനങ്ങ് നിർത്തുവാ. ഞാനായിട്ട് ശാരദാമ്മയ്ക്ക് ഇനിയൊരു ചീത്തപ്പേരുണ്ടാക്കുന്നില്ല. ശാന്തിച്ചി എന്തൊക്കെയായി പറയുന്നത്? ശാന്തിച്ചി പോയി കഴിഞ്ഞ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആരാ നോക്ക്? പോണവരൊക്കെ പോട്ടെ ശാലിനി. നിന്റെ അമ്മ ഒറ്റയ്ക്ക് നീന്തി കയറി വന്ന വഴിച്ചാല ഇത്. ആ മേലങ്കി എടുത്ത് വീണ്ടും ഇടാൻ എനിക്കൊരു മടിയുമില്ല. അമ്മേ, അന്നത്തെ പോലെയാണോ ഇന്ന്? ഇപ്പൊ കച്ചവടം കൂടിയില്ലേ? പുറത്തുനിന്ന് നല്ല ഓർഡർ ഉള്ളയാ. അമ്മയെ കൊണ്ട് ഒറ്റയ്ക്ക് കൂടിയാ കൂടില്ല. ശാന്തേച്ചി കൂടെ ഉണ്ടായിട്ട് പോലും പല ഓർഡറുകളും കറക്റ്റായിട്ട് എത്തിക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാ അമ്മയ്ക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നത്? എന്ന് വെച്ച് ഞാൻ ഇത്രയും നാളും കാത്തു സൂക്ഷിച്ച എന്റെ ഒരു സൽപ്പേരുണ്ട്, അതെനിക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. ഞാൻ പറയുന്ന രീതിയിൽ ജോലി ചെയ്യുന്നവർ മതി എനിക്ക്. ഒരു ശാന്ത അല്ലെങ്കിൽ മറ്റൊരു ശാന്ത. ഒരാളെ കൂടുതൽ കാലം പൊക്കിക്കൊണ്ട് നടക്കുമ്പോഴേ അവർക്ക് അഹങ്കാരം കയറും. താനില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ല എന്നുള്ള തോന്നലേ, ആ തോന്നൽ തോന്നുന്നവരുടെ കയ്യിൽ ഇരിക്കുകയുള്ളൂ. ഇത് ശാരദയാ. ഇത്തിരി പോന്ന വെയിലത്തൊന്നും അത്ര പെട്ടെന്നൊന്നും അങ്ങ് വാടില്ല. അമ്മ എന്തൊക്കെയായി പറഞ്ഞു കൂട്ടുന്നത്? എടി പറയട്ടെ മോളെ. ശാരദാമ്മേ, ഇതുവരെയുള്ള കണക്കും കാര്യങ്ങളൊക്കെ കറക്റ്റാ. പിന്നെ ഞാനൊരു 5000 രൂപ കടമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. എവിടെ ജോലി ചെയ്തിട്ടാണെങ്കിലും 1 മാസത്തിനുള്ളിൽ ഞാനത് കൊണ്ടുവന്ന് തന്നിരിക്കും. ആത്മാർത്ഥമായിട്ടോ ശാലിനിക്കുഞ്ഞെ ഞാനിവിടെ ജോലി ചെയ്തിരുന്നേ. അറിയോ, എന്റെ സ്വന്തം ഹോട്ടൽ പോലെയാ ഞാനിത് നോക്കി നടത്തിക്കൊണ്ടിരുന്നത്. ഇനി ഞാൻ ഇങ്ങോട്ടില്ല, ഞാൻ പോവാ. പോകുന്നത് വേദനയോട് കൂടി തന്നെയാ. എനിക്ക് അത്ര പെട്ടെന്ന് ഈ കടയും നിങ്ങളൊന്നും മറക്കാൻ പറ്റില്ല. വരട്ടെ. ശാന്തിച്ചി, ശാന്തിച്ചി. എന്താ, ആരെ കാണാനാ? ലേലത്തിൽ പങ്കെടുക്കാൻ വന്നതാ. തുടങ്ങിയോ? തുടങ്ങിയെന്ന് ചോദിച്ചാ പ്രധാന പരിപാടിയിലേക്ക് കടന്നിട്ടില്ല. അപ്പൊ ലേലം നമുക്ക് തന്നെ. ഉറപ്പിക്കൊന്ന് ഉറപ്പിച്ചാ വന്നിരിക്കുന്നല്ലേ? ഉവ്വ. എത്ര വിളി വിളിച്ചിട്ടായാലും ഉറപ്പിച്ചിട്ട് ഞങ്ങൾ മടങ്ങും. ആ മുതലാളിയുടെ വീടേ പണ്ട് ജപ്തി ചെയ്ത് പോയതാ. അതുകൊണ്ട് എവിടെ ജപ്തി കണ്ടാലും മുതലാളി പോയി കൈവയ്ക്കും. ഇവിടെയും കൈവയ്ക്കാൻ ഒരുപാട് പേരുണ്ട്. കാര്യമില്ല, മുതലാളിയുടെ ഒരു വാശിയാ. ഇതിനു വേണ്ടി മാത്രം കോടീശ്വരനായ ഈ മുതലാളി ഒരു ഫണ്ട് തന്നെ കരുതുന്നുണ്ട്. ഇദ്ദേഹം ബിസിനസ് ചെയ്യുന്നതേ ഇതേപോലുള്ള ജപ്തിയായ വീടുകൾ പിടിക്കാൻ തന്നെയാ. അങ്ങനെയാണെങ്കിൽ ലേലത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഒരു ചായ സൽക്കാരമുണ്ട്. അതിൽ പങ്കെടുത്ത ശേഷം നമുക്ക് ലേല സ്ഥലത്തേക്ക് പോകാം. അപ്പോ ലേലം ഇവിടെ അല്ലേ? എല്ലാം ഇവിടെ തന്നെ, തുടക്കം മുതൽ അടക്കം വരെ ഇവിടെ നടത്താനുള്ള ഏർപ്പാട് നടത്തിയിട്ടാ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. എന്നാ പിന്നെ നീങ്ങുമല്ലേ? എന്താ? ഇവിടത്തെ ലേലം ഉറപ്പിച്ച ശേഷം ഞങ്ങൾക്ക് അടുത്ത ഒരു ലേല സ്ഥലത്തേക്ക് പോകേണ്ടതാ. അപ്പോ ഇത് തന്നെ പരിപാടിയല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഇത് മുതലാളിക്ക് ഒരു ക്രൈസാ. ആയിക്കോട്ടെ, ഇതാ അവിടെയാ ചായ സൽക്കാരം. അത് കഴിഞ്ഞിട്ടാവാം. വാ പോവാം. $15 കോടി 10 ലക്ഷം രൂപ. 15 കോടി 10 ലക്ഷം ഒരു തരം. 15 കോടി 10 ലക്ഷം രണ്ട് തരം. 15 കോടി 10 ലക്ഷം രണ്ട് തരം. വേറെ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ? ലേലം ഉറപ്പിക്കാൻ പോവുകയാണ്. 15 കോടി 10 ലക്ഷം ഒരു തരം.
15 കോടി 10 ലക്ഷം. 2 തരം 15 കോടി 10 ലക്ഷം. 15 കോടി 10,500,000. 15 കോടി 10,500,000. ഉം. 15 കോടി 10,500,000. 1 തരം. 15 കോടി 10,500,000. 2 തരം. 15 കോടി 10,500,000. 2 തരം. 15 കോടി 11 ലക്ഷം രൂപ. 15 കോടി 11 ലക്ഷം. 1 തരം. 15 കോടി 11 ലക്ഷം. 2 തരം. 15 കോടി 11,50,000. സത്യഭാമയുടെ പണ്ടേ ഒരു ചുരുക്ക് ഇവർക്കുള്ളതാ. ആ ചുരുക്ക ഈ വിളിച്ചു തീർക്കുന്നത്. ഒന്ന് ചെന്ന് വിറപ്പിച്ചേക്ക്. സ്വന്തം ബന്ധമൊന്നും നോക്കണ്ട. 15 കോടി 13 ലക്ഷം രൂപ. 2 തരം.